വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിൻ്റെ ആനുവൽ എക്സാമിനേക്ക് ആവശ്യമായ ഒരു മോഡൽ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. 25 മാർക്കിലായിരിക്കും നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക. 6ഓളം ആക്ടിവിറ്റികൾ നമുക്ക് തന്നിട്ടുണ്ടാകും. അതിൽ 5 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഗതിവിധി നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. പിന്നെ വരുന്ന 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 4 എണ്ണത്തിനും ഉത്തരം എഴുതുക. അങ്ങനെ ടോട്ടൽ 5 ആക്ടിവിറ്റി നിങ്ങൾ പൂർത്തീകരിക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഗതിവിധി 1 പ്രവർത്തനം 1 സൂചന ഖണ്ഡ് പഠേം പ്രശ്നോं के उत्तर लिखें. പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. अरुण और वरुण जंगल से गुजर रहे थे. अचानक एक भालू आ गया. अरुण तुरंत पेड़ पर चढ़ गया. वरुण ने जमीन पर लेटकर सांस रोक ली. भालू ने उसे सूंघा और चला गया. पेड़ से उतरकर अरुण ने पूछा, भालू ने तुम्हारे कान में क्या कहा? वरुण ने जवाब दिया, सच्चा दोस्त कभी अकेला न छोड़ता. ഇവിടെ ഒരു കഥയാണ് തന്നിട്ടുള്ളത്. ഇത് പാഠപുസ്തകത്തിൽ നിന്നുള്ളതല്ല. ഇതുപോലെ പുറത്തു നിന്നുള്ള ഒരു പാരഗ്രാഫൊക്കെ തന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇവിടെ അരുൺ വരുൺ എന്ന് പറയുന്ന 2 സുഹൃത്തുക്കൾ കാട്ടിലൂടെ നടന്നു പോവുകയും പെട്ടെന്ന് ഒരു കരടി മുന്നിൽ വരികയും ചെയ്യുന്നു. അരുണ് പെട്ടെന്ന് മരത്തിലും കയറി. വരുൺ എന്ത് ചെയ്തു? മണ്ണിലേക്ക് ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് മരിച്ചതുപോലെ കിടന്നു. ഭാലു അവനെ ഒന്ന് മണത്ത് നോക്കിയിട്ട് കടന്നുപോയി. അപ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അരുൺ ചോദിച്ചു, ഭാലു നിൻ്റെ ചെവിയിൽ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ വരുണ് മറുപടി പറയാണ്, യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരിക്കലും ആരെയും ഒറ്റക്കാക്കി ഉപേക്ഷിക്കില്ല എന്നുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന കഥയെ ആസ്പദമാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അരുൺ ഔർ വരുൺ കഹാസെ ഗുസർ രഹേതെ. ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഈ സെൻറ്റൻസുകൾ വരുന്നിടത്തായിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാരഗ്രാഫിൽ. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? അരുണും വരുണും ഏതിലൂടെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്? ഏതിലൂടെയായിരുന്നു? നമുക്കറിയാം, 3rd ഓപ്ഷൻ ജംഗൽ സേ എന്നാണ് ആൻസർ ആയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അചാനക് കോൻ ആ ഗയ. പെട്ടെന്ന് ആരാണ് വന്നത്? നമുക്കറിയാം, 2nd ഓപ്ഷൻ ഭാലു ആണ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാലു കോ ദേഖ്കർ കിസ്നെ പേട് പർ ചढ़ गया. ഭാലുവിനെ കണ്ടിട്ട് ആരാണ് പെട്ടെന്ന് മരത്തിലേക്ക് ചാടി കയറിയത്? ഓപ്ഷൻസിൽ 4 പേര് തന്നിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 3rd ഓപ്ഷൻ അരുൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാലു കോ ദേഖ്കർ വരുൺ നെ ക്യാ കിയ. ഭാലുവിന് കരടിയെ കണ്ടിട്ട് വരുൺ എന്താണ് ചെയ്തത്? 2nd ഓപ്ഷൻ ജമീൻ പർ ലേട്ട, നിലത്ത് കിടന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. 4 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അവയിൽ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ആണുള്ളത്. അത് ഈ പാരഗ്രാഫിലുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസിൽ 2nd ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സച്ചാ ദോസ്ത് അഖേല ന ചോഡ്താ ഹേ. യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരാളെ ഒറ്റക്കാക്കിയിട്ട് പോവില്ല. ഇവിടെ കരടി വന്ന സമയത്ത് 2 കൂട്ടുകാരിൽ ഒരാൾ എന്ത് ചെയ്തു? തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി മരത്തിന് മുകളിലേക്ക് കയറുകയാണ്. സ്വന്തം ജീവനാണ് അവിടെ ആ സുഹൃത്ത് നോക്കിയത്, അല്ലേ? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? 2nd ഓപ്ഷനാണ്. സച്ചാ ദോസ്ത് അഖേല ന ചോഡ്താ ഹേ. നെക്സ്റ്റ് ഗതിവിധി 2 സൂചന പഠേം ഉത്തർ ലിഖേ. ഈ ബോക്സിനുള്ളിലുള്ളത് നോക്കുക. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജന്നത്ത് കെ ബച്ചെ സിനിമ പ്രദർശനി കാ ഉദ്ഘാടൻ കോൻ കരേഗ. ഇവിടെ ജന്നത്ത് കെ ബച്ചെ എന്ന സിനിമാ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം ആരാണ് ചെയ്യുന്നത് എന്ന്. അത് നമ്മൾ ബോക്സിനുള്ളിൽ നോക്കിയാൽ നമുക്കറിയാം ആരാണ് ഉദ്ഘാടക ആരാണെന്ന് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് അധ്യക്ഷ. ആരാണ്? പഞ്ചായത്ത് അധ്യക്ഷയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂചനാओं के आधार पर सिनेमा प्रदर्शनी का उद्घाटन संबंधी उद्घोषण तैयार करें. സൂചനകൾക്കടിസ്ഥാനമായി സിനിമാ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച ഉദ്ഘോഷണ തയ്യാറാക്കാൻ. എന്താണ് ഉദ്ഘോഷണ? ഒരു അറിയിപ്പാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഉദ്ഘോഷണ തയ്യാറാക്കാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സൂചനകളൊക്കെയാണ് വേണ്ടത്. എന്തൊക്കെയാണ് സൂചന നോക്കിയേ? GUPS പരവൂർ 2025 ഫെബ്രുവരി 26 ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന സിനിമാ പ്രദർശനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പഞ്ചായത്ത് അധ്യക്ഷനാണ്. രാവിലെ 10 മണിയാണ്. അപ്പോൾ ഇതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘോഷണയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. എന്താണ് ഉദ്ഘോഷണ?
ഒരു അറിയിപ്പാണ് അല്ലേ, വിളംബരമാണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സൂചനകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വിളംബരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പ്രിയ വിദ്യാർത്ഥിയോ, പ്രിയപ്പെട്ട കുട്ടികളെ, ഹമാരി സ്കൂൾ GUPS പറവൂർ മേ, നമ്മുടെ സ്കൂളായ GUPS പറവൂരിലെ ഹിന്ദി ക്ലബ്ബ് കെ നേതൃത്വമേ, ഹിന്ദി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ജന്നത്ത് കെ ബച്ചേ നാമക ഫിലിം കാ പ്രദർശൻ, ജന്നത്ത് കെ ബച്ചേ എന്ന പേരുള്ള സിനിമയുടെ പ്രദർശനം 26 ഫർവരി 2025 മേ ഹോനെ വാലാ ഹെ, 2025 ഫെബ്രുവരി 26 നടത്തപ്പെടുന്നു. ഇസ് വിശേഷ അവസർ പർ, ഈ വിശേഷപ്പെട്ട ദിനത്തിൽ പഞ്ചായത്ത് അധ്യക്ഷ മഹോദയ് ദ്വാര ഉദ്ഘാടനം കിയാ ജായേഗ, പഞ്ചായത്ത് അധ്യക്ഷൻ അവറുകളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. സ്കൂൾ സഭാഗൃഹമേ സുബഹ് 10 ബജേ ഹി ഇസ്കാ പ്രദർശന ആയോജിത് ഹെ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മണിക്കാണ് ഇതിൻ്റെ പ്രദർശനം തീരുമാനിച്ചിട്ടുള്ളത്. ആ സബ്കി ഭവ്യ ഉപസ്ഥിതി ആമന്ത്രിത് ഹെ, നിങ്ങൾ ഓരോരുത്തരെയും ഭവ്യതയോടുകൂടി ക്ഷണിക്കുന്നു എന്ന്. അപ്പോൾ ഇതേ മോഡലിലാണ് നമ്മൾ ഉദ്ഘോഷണയൊക്കെ തയ്യാറാക്കുക. തന്നിരിക്കുന്ന മാറ്ററിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എഴുതിക്കൊള്ളുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി ഡേറ്റും അതുപോലെ തന്നെ സന്ദർഭവും പ്രദർശനവും ഒക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഗതിവിധി 3, മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് സൂചന കവിതാംശ് പടേ ഉത്തരലിഖി, കവിതാഭാഗം തന്നിട്ടുണ്ട്, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ധർത്തി ഇസ് കിസാനിക്ക് എന്ന് പറയുന്ന കവിതാഭാഗത്തിലെ വരികളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, രാജാ കെ ലിയെ സമാന അർത്ഥ വാലെ ശബ്ദ കവിതാ സെ ചുൻകർ ലിഖെ, രാജ എന്നതിന് സമാനമായ ഒരു അർത്ഥം നിങ്ങളുടെ ഈ കവിതാഭാഗത്തിലുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം രാവ് എന്ന് പറയുന്നതാണ് അല്ലേ, 4ാമത്തെ വരിയിലുള്ള വാക്കാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കവിതാംശ് കാ ആശയിലേക്ക്, ഈ കവിതാഭാഗത്തിൻ്റെ ആശയം എഴുതുക. എങ്ങനെയാണ് കവിതാഭാഗത്തിൻ്റെ ആശയം എഴുതുക? കവി ആരാണെന്ന് സൂചിപ്പിക്കണം, കവിതയുടെ പേരെന്താണെന്ന് കൊടുക്കണം, ഈ കവിതാ വരികളിലൂടെ എന്താണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് എന്ന് ഗദ്യരൂപത്തിലേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് കവിതാവരിയുടെ ആശയം എഴുതുക എന്ന് പറഞ്ഞാൽ. തന്നിരിക്കുന്ന വരികളുടെ ആശയം എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് കവിയെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കേദാർനാഥ് അഗ്രവാൾ ഹിന്ദി സാഹിത്യके പ്രമുഖ കവി थे, കേദാർനാഥ് അഗ്രവാൾ ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയായിരുന്നു. जिन्होंने अपनी कविताओं में ग्रामीण जीवन और किसानों की कठिनाइयों को പ്രമുഖതാ സെ സ്ഥാൻ ദിയ, അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ ഗ്രാമീണ ജീവിതം നയിക്കുന്ന കർഷകൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഉൻകി കവിത യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി कविता में किसानों की मेहनत और संघर्ष को अद्वितीय तरीके से प्रस्तुत किया गया है. ये धरती ഹേ ഉസ് കിസാനിക്ക് എന്ന കവിതയിലൂടെ കർഷകരുടെ പരിശ്രമത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ കർഷകരുടെ പ്രയാസങ്ങളെക്കുറിച്ചും വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രസ്തുത പങ്ക്തിയോ സെ കവി ഇസ് പ്രകാർ ബതാത്തെ ഹേ, കവി ഈ വരികളിലൂടെ പറയുകയാണ് എന്തെന്നാൽ, യഹ് ധർത്തി ന തോ കിസി രാജാ കി ഹേ, ഈ ഭൂമി എന്ന് പറയുന്നത് കേവലം ഒരു രാജാവിൻ്റേതല്ല, നഹി കിസി ഗരീബ് കി, കേവലം ഒരു ദരിദ്രൻ്റേതുമല്ല, ഔർ നഹി കിസി അന്യ വ്യക്തി കി, എന്നാൽ മറ്റൊരാളുടേതുമല്ല ഈ ഭൂമി, ഇസ്കാ സ്വാമിത്വ കേവൽ കിസാൻ കെ പാസ് ഹേ, ഈ ഭൂമിയുടെ അവകാശം കേവലം കർഷകൻ്റെ അടുത്ത് മാത്രമാണ്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ, വഹി ഇസെ മെഹനത്ത് ഔർ പരിശ്രം സെ ഉപജാവു ബനാത്തെ ഹേ, ഈ കർഷകൻ വളരെ പരിശ്രമത്തോടുകൂടി വിളവുകൾ ഉണ്ടാക്കുന്നു. അവർ ലോകോം കെ ലിയെ അന്ന ഉപലബ്ധ കരാത്തെ ഹേ, ജനങ്ങൾക്ക് വേണ്ടി അന്നം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം ഈ ഭൂമിയുടെ അവകാശി എന്ന് പറയുന്നത് കേവലം ആര് മാത്രമാണ്? കർഷകനാണ്. കുൽമിലാക്കർ, മൊത്തത്തിലെ കവിത കിസാൻ കെ മഹത്വ കോ ദർശാത്തി ഹേ, ഈ കവിത കർഷകൻ്റെ മഹത്വത്തെ ദർശിപ്പിക്കുന്നു. ഔർ യഹ് സമझाने का प्रयास करती है कि किसान ही धरती का असली मालिक होता है, ഇതിൽ നിന്ന് കവി തെളിയിക്കുകയാണ് എന്തെന്നാൽ ഈ ഭൂമിയുടെ അവകാശി കേവലം ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർഷകനാണ് എന്ന്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും കവിതാവരികളുടെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും കവിതാഭാഗങ്ങൾ തന്ന് ആശയം എഴുതാൻ ചോദിക്കുമ്പോൾ കവിയെ സൂചിപ്പിച്ചുകൊണ്ട് തന്നിരിക്കുന്ന വരികളിൽ എന്താണ് കവി പറഞ്ഞിരിക്കുന്നതെന്ന് ഹിന്ദിയിൽ എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗതിവിധി 4 സൂചന ഗണ്ട് പടേ ഉത്തർ ലിഖേ, പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. निम्मी का कल बर्थडे था, विनोद अंकल को दिया बर्थडे कार्ड, बहुत सुंदर था, उस पर लिखा था तुम जियो हजारों साल, साल के दिन होम 50,000 है, ये कैसी कविता हुई?
വഹി നാനാ കെ പാസ് ദൗഡി. അപ്പോൾ പാഠഭാഗത്തിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ബർത്ത്ഡേ കിസ്കാ ഥാ, ആരുടേതായിരുന്നു ബർത്ത്ഡേ? ആരുടേതായിരുന്നു? നമുക്കറിയാം, നിമ്മി. ഉത്തരം എന്താണ്? നിമ്മിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, तालिका की सहायता से निम्मी और नानाजी के बीच के वार्तालाप की पूर्ति करें. താഴെ തന്നിരിക്കുന്ന ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നിമ്മിയുടെയും നാനാജിയുടെയും കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ 4 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അത് യോജിച്ചവയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നിമ്മി നാനാജിയെ കാർഡ് തേക്കിയേ. നിമ്മി നാനാജി ഈ കാർഡൊന്ന് നോക്കിയേ എന്ന് പറയാണ്. അപ്പോൾ നാനാജി ഹാം ദിഖാവോ ബേട്ടി, കാണിച്ചാലും മോളെ എന്ന് നാനാജിയും പറയുന്നു. അപ്പോൾ നിമ്മി പറഞ്ഞ സെൻറ്റൻസ് ഇതിലേതാണ്? ഇൻ പങ്ക്തിയോं का क्या अर्थ है, कोई इतने साल जीता है. ആ ബോക്സിലെ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്. അപ്പോൾ നാനാജി പറഞ്ഞത് നഹീം ബേട്ടി യഹി ഏക് ദുആ ഹേ, ലാസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ നിമ്മി ഫസ്റ്റ് സെൻറ്റൻസ് ആണ് വരിക. ദുആ മത്ലബ് നാനാജി മത്ലബ് ഹേ ഹം ऐसा काम करें कि दुनिया हमेशा याद रहे, മൂന്നാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ഇതുപോലെ കോൺവെർസേഷൻ തയ്യാറാക്കാനൊക്കെ നിങ്ങളോട് ചോദിച്ചേക്കാം. नेक्स्ट क्वेश्चन, ഗതിവിധി 5 സൂചന ഖണ്ഡ് പഠേം പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാനവ് കെ ലിയെ ഗദ്യ ഖണ്ഡ് മേ ദിയേ ഗയേ ശബ്ദ് കോൺസാ ഹെ. മനുഷ്യൻ, മാനവ് എന്നതിന് ഈ ഗദ്യഭാഗത്ത് കൊടുത്തിട്ടുള്ള വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വരിയിലെ സെക്കൻഡ് സെൻറ്റൻസിലുണ്ടല്ലേ ഇൻസാൻ എന്ന് പറയുന്നത്, അതാണ് മാനവ്, മനുഷ്യൻ എന്നതിന് യോജിക്കുന്ന വാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രേം കെ സിവ ഔർ കുച്ച് നഹി ഇസ് പ്രസ്താവ് പർ ലഘു ലേഖ് തയ്യാർ കരേ. പ്രേം കെ സിവ ഔർ കുച്ച് നഹീം എന്ന് പറയുന്ന പ്രസ്താവനയെ ആസ്പദമാക്കി ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്, ഒരു ലഘു ലേഖനം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഹെഡിങ് നിർബന്ധമായും കൊടുക്കണം. ഇപ്പോൾ വേണമെങ്കിൽ ആ കോമയിട്ട് തിരിച്ചിട്ടുള്ള പ്രേം കെ സിവ ഔർ കുച്ച് നഹീം എന്ന് ഹെഡിങ് നമുക്ക് എഴുതാൻ കഴിയും. എന്നിട്ട് അതിനെക്കുറിച്ച് വിവരിക്കുക. प्रेम से इंसानियत, आपसी विश्वास, सहजीवों के प्रति सहानुभूति और दूसरों को विषम परिस्थितियों से बचाने का भाव आदि बढ़ जाते हैं. നമ്മൾ ആദ്യം ഹെഡിങ് എഴുതണം കേട്ടോ. പ്രേം സെ ഇൻസാനിയത്ത്, സ്നേഹത്താൽ മനുഷ്യത്വം ഉണ്ടാകുന്നു, പരസ്പര വിശ്വാസം ഉണ്ടാകുന്നു, സഹജീവികളോട് സഹാനുഭൂതി ഉണ്ടാകുന്നു, മറ്റുള്ളവരുടെ ദുഃഖാവസ്ഥ കാണുമ്പോൾ അവരെ രക്ഷിക്കാനുള്ളൊരു ഭാവം മുതലായവയൊക്കെ ഒരു സ്നേഹം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നു. അഗർ പ്രേം നഹി ഹേ തോ, ഒരുപക്ഷെ സ്നേഹമില്ല എങ്കിൽ യേ അച്ചായിയാം നഷ്ട ഹോ ജായെങ്കി, ഈ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഇസ്ലിയെ, അതുകൊണ്ട് ഇസ് ധർത്തി കോ പ്രേം കെ സിവ ഔർ കുച്ച് നഹി ബജാ സക്ത, ഈ ഭൂമിയെ സ്നേഹം കൊണ്ടല്ലാതെ രക്ഷിക്കാൻ സാധ്യമല്ല. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഇനിയും നിങ്ങൾക്ക് സെൻറ്റൻസുകൾ അറിയാമെങ്കിൽ അതെല്ലാം വികസിപ്പിച്ചുകൊണ്ട് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗതിവിധി ച സൂചന ചിത്രത്തേക്ക്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിനനുയോജ്യമായ സെൻറ്റൻസുകൾ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസ് ഏതാണെന്ന് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഓർഡർ തെറ്റിച്ചാണ് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ്? ആനയും കുഞ്ഞുങ്ങളും റോട്ടിലൂടെ വരുന്നതാണല്ലേ. അപ്പോൾ അതിന് പറ്റിയ സെൻറ്റൻസ് ഏതാണ്? സെക്കൻഡ് സെൻറ്റൻസ് ആണ്, ഹാത്തിനി ദോ ബച്ചോं के साथ सड़क पार कर रहा है. ആന 2 കുഞ്ഞുങ്ങളോടൊപ്പം റോഡ് മുറിച്ച് കടന്നു വരികയായിരുന്നു എന്നുള്ളത് സെക്കൻഡ് സെൻറ്റൻസ് ആണ് ഫസ്റ്റ് ചിത്രത്തിന് അനുയോജ്യമായത്. ഇനി രണ്ടാമത്തെ ചിത്രം എന്താണെന്ന് നോക്കാം. ആന തൻ്റെ കുഞ്ഞിനെ ഡിവൈഡർ മുറിച്ച് കടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ആണ്, ഹാത്തിനി ചോട്ടെ ബച്ചേക്കോ പീച്ചേ സെ ധക്കേൽക്കർ ഡിവൈഡർ പാർ കർണേക്ക് സഹായത കർത്തി ഹെ. അമ്മ ആന കുഞ്ഞാനയെ പിന്നിൽ നിന്നും തള്ളിയിട്ട് ആ ഡിവൈഡർ മുറിച്ച് കടക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. ഫസ്റ്റ് സെൻറ്റൻസ് ആണ് സെക്കൻഡ് പിക്ചറിന് അനുയോജ്യമായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഹാത്തിനി ഔർ ബഡാ ബച്ച ഡിവൈഡർ പാർ കർക്കെ ജാത്ത ഹെ. ലാസ്റ്റ് സെൻറ്റൻസ്, ആനയും വലിയ ആനക്കുഞ്ഞും ആ ഡിവൈഡർ മുറിച്ച് കടന്നിരിക്കുന്ന ചിത്രമാണ് കാണുന്നത്. അതിനനുയോജ്യമായത് നാലാമത്തെ സെൻറ്റൻസ് ആണ്. അടുത്ത ചിത്രത്തിൽ 3 പേരും കൂടി കാട്ടിലേക്ക് നടക്കുന്നതാണ്. അപ്പോൾ അതിന് ചേരുന്ന സെൻറ്റൻസ് ഏതാണ്? നാലാമത്തെ ചിത്രത്തിന് അനുയോജ്യമായത്, ഹാത്തിനി അപ്പനെ ബച്ചോं के साथ ജംഗൽ ജാത്തി ഹെ. ആന തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കാട്ടിലേക്ക് നടന്നു പോകുന്നു. അപ്പോൾ ഇതുപോലെ പിക്ചറൊക്കെ തന്നിട്ട് സെൻറ്റൻസ് വായിച്ച് നിങ്ങൾ അനുയോജ്യമായവ എടുത്തെഴുതേണ്ടതായിട്ട് വരും. ഇതേ മോഡലിലും ഉണ്ടായേക്കാം. നെക്സ്റ്റ് ചിത്രം നോക്കിയിട്ട് സൂചനാപ്പട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ
ഫുഡ് കൊടുക്കുന്നതാണ് ഒരു ജീവിക്കില്ലേ. അപ്പം നമ്മൾ കാട്ടിലൊക്കെ പോയിട്ട് റോഡിലൊക്കെ നിന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ ജീവജാലങ്ങളൊക്കെ വണ്ടി ഇടിച്ചിട്ടും നമുക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വന്യജീവികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കരുത് എന്നുള്ള ഒരു പിക്ചറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പറ്റിയ സൂചനാപാഠ തയ്യാറാക്കാനാണ്. അപ്പോൾ ഹാത്തിയുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ സൂചനാപാഠുകൾ ഒരുപാടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതിന് അനുയോജ്യമായ ഒരു സൂചനാ ബോർഡാണ് ജാൻവറോ കോ ഖാന ഖിലാന മനാഹെ, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സൂചനാ ബോർഡുകൾ തയ്യാറാക്കാനുള്ള കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് ഉടൻ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓൾ എന്ന ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ തുടർന്ന് ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വെക്കേഷൻ ക്ലാസ്സിൽ നമ്മൾ വെക്കേഷൻ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ സ്പോക്കൺ ഹിന്ദി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്